എനിക്ക് എൻ്റെ ജനങ്ങളെപ്പോലെ ജീവിക്കാതെ എൻ്റെ ജനങ്ങളുടെ വേദന മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയുകയില്ല. അവിടെയാണ് APJ അബ്ദുൽ കലാം സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഉദാത്തമായ ഒരു നിലവാരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി മാറുന്നത്. ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ല്, പൗരൻ്റെ വോട്ടവകാശം, അത് ഞാനും നിർവഹിച്ചു. നമ്മൾ സാധാരണക്കാരാണ്. നമുക്ക് വലിയ പദവികളൊന്നുമില്ല, വലിയ സമ്പന്നരുമല്ല. പക്ഷേ ജനാധിപത്യം നമ്മെ പഠിപ്പിക്കുന്നത് നിനക്കും ഒരു വിലയുണ്ട് എന്നാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഭരണ രീതി മാത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും മാനവ മഹത്വത്തെയും അംഗീകരിക്കുന്ന ഒരു ജീവിത ദർശനം കൂടിയാണ്. ജനങ്ങൾ സ്വന്തം പ്രതിനിധിയെ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രമല്ല ജനാധിപത്യം കൊണ്ട് വിവക്ഷിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, നിയമത്തിന് മുന്നിലെ സമത്വം, മനുഷ്യൻ്റെ അവകാശങ്ങളുടെ സംരക്ഷണം. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഗുണമേന്മയുള്ള നേതൃത്വം രൂപപ്പെടുന്നതിലൂടെയാണ്. കുട്ടിക്കാലം മുതൽ ഏതെങ്കിലും ഒരു ജോലിയിൽ വ്യാപൃതരാകുന്നതുവരെ നാം ഓരോരുത്തരും വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങൾ കഴിച്ചുകൂട്ടിയവരാണ്. APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ് എന്ന പുസ്തകത്തിൽ വളരെ രസകരമായൊരു നിർവചനം വിദ്യാഭ്യാസത്തിന് നൽകുന്നുണ്ട്. APJ അബ്ദുൽ കലാം പറയുകയാണ്, ഒരു ബാലൻ, ഒരു കൗമാരക്കാരൻ, ഒരു മുതിർന്ന വ്യക്തി, ഒരു നേതാവ്, ഇവരെല്ലാവരും എൻ്റെ മുമ്പിൽ നിരയായി നിൽക്കുന്ന ഒരു രംഗം ഞാൻ സങ്കല്പിക്കുകയാണ്. എല്ലാവരുടെയും ആവശ്യം ഒന്നാണെങ്കിലും ഓരോരുത്തരും പല രീതിയിലാണ് പ്രതികരിക്കുന്നത്. ബാലൻ പറയുന്നു, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൗമാരക്കാരൻ പറയുന്നു, ആ പ്രവൃത്തി ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. മുതിർന്ന വ്യക്തി പറയുകയാണ്, നമുക്ക് എല്ലാവർക്കും കൂടി കൂട്ടായി ആ വിഷയം പരിഗണിക്കാം. എന്നാൽ നേതാവ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു കുട്ടിയെ ഒരു നേതാവാക്കി മാറ്റുക എന്നുള്ള വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് വിദ്യാഭ്യാസത്തിനുള്ളത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഡോക്ടർ BR അംബേദ്കറും നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ നമ്മെ പഠിപ്പിച്ചത്. ഇന്ത്യയുടെ ഭരണഘടനയിൽ ഡോക്ടർ BR അംബേദ്കർ പരിചയപ്പെടുത്തിയ സൗജന്യ വിദ്യാഭ്യാസം കേവലം ഒരു സിദ്ധാന്തം മാത്രമായിരുന്നില്ല. ഒരു നേതാവ് എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് അത്തരമൊരു വ്യവസ്ഥ ഭരണഘടനയിൽ എഴുതി ചേർത്തത്. നമുക്കറിയാം, ഡോക്ടർ BR അംബേദ്കർ ഒരു ദളിതനായിരുന്നു. സ്വന്തം വിദ്യാലയത്തിൽ മറ്റു കുട്ടികളോടൊപ്പം ബെഞ്ചിലിരുന്ന് പഠിക്കാൻ പോലുമുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചില്ല. പലപ്പോഴും താഴെ ഇരുന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസം ചെയ്തത്. അല്പം കുടിവെള്ളത്തിന് മേൽജാതിക്കാരൻ്റെ സഹായം വേണ്ടി വന്നു. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇത്തരം കഠിനമായ ജീവിതാനുഭവങ്ങളാണ് തൻ്റെ പിൻതലമുറയ്ക്ക് അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തിലെ വിദ്യാർത്ഥികൾക്ക് പരിപൂർണവും സ്വതന്ത്രവുമായ സൗജന്യമായ വിദ്യാഭ്യാസം നേടിയെടുക്കാൻ അവസരം ഉണ്ടാകണം എന്നുള്ള ജീവിതാനുഭവങ്ങളുടെ കുറിപ്പാണ് ഭരണഘടനയിൽ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇനി ഗാന്ധിജിയിലേക്ക് വന്നാൽ നമുക്കറിയാം, ദക്ഷിണാഫ്രിക്കയിൽ സാമാന്യം ഉയർന്ന ജീവിത നിലവാരം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാത്മജി. കോട്ടിൻ്റെയും ടൈയിൻ്റെയും ലോകത്ത് നിന്ന് വളരെ ലളിത വസ്ത്രധാരണ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് മഹാത്മജി മാറിയത് കേവലം ഒരു ഫാഷൻ അല്ലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആത്മപരിവർത്തനത്തിൻ്റെ ഫലവും ഒരു സാമൂഹികമായ സന്ദേശവുമായിരുന്നു. 1921 മധുര സന്ദർശനത്തിൽ അദ്ദേഹം കണ്ടത് രാജ്യത്തിലെ ജനങ്ങൾക്ക് അധികം പേർക്കും തൻ്റെ ശരീരം മുഴുവനായി മൂടാൻ പറ്റുന്ന വസ്ത്രം പോലും ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിയുകയാണ്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് എൻ്റെ ജനങ്ങളെപ്പോലെ ജീവിക്കാതെ എൻ്റെ ജനങ്ങളുടെ വേദന മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയുകയില്ല. അവിടെയാണ് APJ അബ്ദുൽ കലാം സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഉദാത്തമായ ഒരു നിലവാരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, 5 വർഷം കൂടുന്തോറുമുള്ള ഒരു പൗരൻ്റെ അവകാശം, അത് ആത്മാർത്ഥമായി നമുക്ക് ഉപയോഗപ്പെടുത്താം. നല്ല ഒരു നാളേക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് നീങ്ങാം. ജയ് ഹിന്ദ്.